ദൈവം ഒരിക്കലും ഒരിടത്തും നമ്മളോട് പുറകോട്ട് പോകാൻ പറയുന്നില്ല. എപ്പോഴും ഏത് പ്രതിസന്ധികളുടെ മുൻപിലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് മുൻപോട്ട് പോകുവാനാണ്. മോശ ഇസ്രായേൽ ജനവുമായി വാഗ്ദത്ത ദേശത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ മുൻപിൽ വലിയ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു വലിയ കടല് നിൽക്കുന്നു. പുറകിൽ ഫറവോന്റെ സൈന്യം ഇവരെ പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നു. ഇസ്രായേൽ ജനം എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല നിൽക്കുമ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ മുൻപോട്ട് പോകുക, നിങ്ങൾ മുൻപോട്ട് പോവുക. ഇന്ന് ചിലപ്പോൾ നമ്മുടെയൊക്കെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം എന്താ? ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? സ്റ്റെപ്പ് എടുത്ത് വെക്കുക, വിശ്വാസത്തോടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുൻപോട്ട് കാലെടുത്ത് വെക്കുക. എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 11-ാം അധ്യായം നമ്മൾ കാണുന്നത് മോശ രാജകോപം ഭയപ്പെടാതെ അദൃശ്യനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ അവൻ മുൻപോട്ട് പോയി. അതുപോലെ തന്നെ ഇന്ന് അദൃശ്യനായ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങൾ, എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 94:18. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കർത്താവിന്റെ കാരുണ്യം നമ്മളെ താങ്ങി നിർത്തും. നമ്മുടെ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുന്ന് നിന്നെ താങ്ങി നിർത്തും.